ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിൽ വീണ്ടും ഫണ്ട് തട്ടിപ്പ് വിവാദം. കേന്ദ്ര നേതൃത്വം നൽകിയ ഫണ്ടിൽ 12 കോടി തട്ടിയെടുത്തതായി ആരോപണം. 3 നേതാക്കൾക്കെതിരെ നടപടിയെടുത്ത് രാജീവ് ചന്ദ്രശേഖർ. വസ്തുതകൾ അറിയാൻ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ 3 അംഗ അന്വേഷണ സമിതി രംഗത്ത്. ബി.ജെ.പിയിലെ തർക്കങ്ങൾ പുറം ലോകത്ത് ചർച്ചാ വിഷയമാകുന്നു. കേരളത്തിലെ ബി.ജെ.പിക്ക് തലവേദനയായി വീണ്ടും ഫണ്ട് തട്ടിപ്പ് വിവാദം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേന്ദ്ര നേതൃത്വം നൽകിയ കോടികൾ ചില നേതാക്കളുടെ അറിവോടെ തട്ടിയെടുത്തു എന്നാണ് ആരോപണം. സംസ്ഥാന നേതൃത്വത്തിലെ പല നേതാക്കളും സംശയ നിഴലിലാണ്. 12 കോടി രൂപയുടെ ഭീമമായ തട്ടിപ്പ് നടന്നതായാണ് കേന്ദ്ര ഓഡിറ്റിംഗ് സംഘം കണ്ടെത്തിയത്. സംസ്ഥാന സെക്രട്ടറി MP അഞ്ജന രഞ്ജിത്ത്, സംസ്ഥാന സമിതി അംഗം പങ്ങാപ്പാറ രാജീവ്, മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ എന്നിവർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്നാണ് വിവരം. ഇതിനു പിറകിൽ സംസ്ഥാന നേതൃത്വത്തിലെ ചില പ്രമുഖർക്കും പങ്കുണ്ടെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. തട്ടിയെടുത്ത പണം ഉടനടി തിരിച്ചടച്ചില്ലെങ്കിൽ 3 പേരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാണ് നീക്കം. അതേസമയം ആരോപണ വിധേയരെ സംരക്ഷിക്കാനുള്ള നീക്കവുമായി ചില നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേന്ദ്ര നേതൃത്വം നൽകിയ കോടികളുടെ ഫണ്ട് നേതാക്കൾ തട്ടിയെടുത്തു എന്ന വാർത്ത പുറത്തു വന്നത് ബി.ജെ.പി. നേതൃത്വത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ്. ഈ വിഷയം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഫണ്ട് തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനായി അന്വേഷണ കമ്മിറ്റിയെ സംസ്ഥാന നേതൃത്വം ചുമതലപ്പെടുത്തിയത്. മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖരൻ, P.K. കൃഷ്ണദാസ്, E. കൃഷ്ണകുമാർ എന്നിവർ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് അന്വേഷണം നടത്തുന്നത്. തട്ടിപ്പ് നടത്തിയ ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറിയും മഹിളാ മോർച്ച നേതാവുമായ അഞ്ജന രഞ്ജിത്തിനെ കമ്മീഷൻ വിളിച്ചു വരുത്തുകയും പണം തിരികെ നൽകാൻ കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെടുകയും ചെയ്തു. 1.5 കോടി രൂപ തിരികെ അടച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും കുമ്മനം രാജശേഖരൻ അറിയിച്ചു. കൂടുതൽ തട്ടിപ്പ് നടന്നതായും കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. 2020 സ്ഥാനാർത്ഥികൾക്ക് നൽകിയ ഫണ്ടിലും വെട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തൽ. ഏകദേശം 12 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് വിവരം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനുമായി അടുപ്പമുള്ള തീവ്ര ഹിന്ദുത്വ നേതാവ് 2020 സ്ഥാനാർത്ഥികളെ സ്പോൺസർ ചെയ്തുവെന്നും താരസംഘടനയായ അമ്മയിൽ സെലിബ്രിറ്റികൾക്ക് വേണ്ടി ഇയാൾ ഇടപെട്ടതായും സൂചനയുണ്ട്. NDAയിലെ ഘടകകക്ഷിയായ 2020 സിനിമാ താരങ്ങളെയും സീരിയൽ നടിമാരെയും സ്ഥാനാർത്ഥികളായി രംഗത്തിറക്കിയിരുന്നു. ഇതിൽ പലർക്കും കാര്യമായ ജനപ്രീതി ഇല്ലായിരുന്നു. ഇവർക്കാർക്കും തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം ഇവരെ സ്ഥാനാർത്ഥികളാക്കിയതിന്റെ പേരിൽ വൻ വെട്ടിപ്പുകൾ നടന്നതായാണ് ആരോപണം. താരസംഘടനയായ അമ്മയിലും ബി.ജെ.പി. ബന്ധം സംബന്ധിച്ച് ചർച്ചകൾ സജീവമാണ്. പ്രസിഡന്റായിരിക്കെ ശ്വേതാ മേനോൻ കോടികളുടെ ഇടപെടലുകൾ നടത്തിയെന്ന ആരോപണമാണ് അമ്മയിലെ ഒരു വിഭാഗം അംഗങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. ഇതിനിടെ പാറശാല സ്വദേശിയും ബി.ജെ.പി. പ്രവർത്തകനുമായ സിദ്ധാർത്ഥയുടെ നോട്ടുകെട്ടുകൾക്കൊപ്പമുള്ള സെൽഫിയും വിവാദമായി. തെരഞ്ഞെടുപ്പ് സമയത്തെ സെൽഫിയാണ് പുറത്തു വന്നത്. ഫണ്ട് തട്ടിപ്പിൽ നടപടി നേരിടുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ സാമൂഹ്യ മാധ്യമം കൈകാര്യം ചെയ്യുന്നയാളാണ് സിദ്ധാർത്ഥ. സംഭവം വിവാദമായതോടെ നേതൃത്വം ഇടപെട്ട് ചിത്രം നീക്കം ചെയ്യിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പി. നിർണായക ശക്തിയാകുമെന്നായിരുന്നു ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 15ലധികം സീറ്റുകൾ ഉറപ്പാണെന്ന ആത്മവിശ്വാസവും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വെറും 3 സീറ്റ് കൊണ്ട് NDAക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. അതിനിടയിലാണ് ഫണ്ട് തട്ടിയെടുത്തുവെന്ന വിവാദവും ശക്തമായി ഉയരുന്നത്. കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം എത്താതെ ഇടനിലക്കാരായ നേതാക്കളിൽ മാത്രം അന്വേഷണം നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന വികാരമാണ് വിവിധ കോണുകളിൽ നിന്നും ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്.